ഇപ്പൊ MDMA കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 100-ലേറെ ചെറുപ്പക്കാരാണ് കള്ളക്കേസിൽ കുടുക്കിയിരിക്കുന്നത്. ഒരു ബന്ധവുമില്ല. ഒന്ന് മണത്ത് നോക്കുന്ന ബന്ധമെങ്കിലും വേണ്ടേ? പോലീസിലെ ഒരു സംഘമാണ് ഈ കച്ചവടം നടത്തുന്നത്. ഇവരാണ് സാധനം കൊണ്ടുവരുന്നത്, ഇവരാണ് ഏജന്റുമാരെ ഏൽപ്പിക്കുന്നത്. ഇതിന്റെ പണം മുടക്കുന്നതും ലാഭമെടുക്കുന്നതും അവർ. എന്നിട്ട് കേസ് വേണം സുജിത് ദാസിന്. അതിനെന്താ പണി? നിരപരാധികളായ ആളുകളെ, ചെറുപ്പക്കാരെ കൊടുക്കുക. 1 ഗ്രാം 2 ഗ്രാം നിയമത്തിന് വിധേയമായി 1 കൊല്ലമോ 1.5 കൊല്ലമോ ശിക്ഷ കിട്ടുന്നതിൽ കൊടുക്കുക. അങ്ങനെ സർക്കാരിന്റെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സുജിത് ദാസ് IPS ഏറ്റവും കൂടുതൽ സ്വർണം പിടിച്ചവൻ, ഏറ്റവും കൂടുതൽ MDMA കേസ് പിടിച്ചവൻ. രാഷ്ട്രപതിയുടെ അവാർഡല്ല, യുണൈറ്റഡ് നേഷൻസിന്റെ അവാർഡ് കൊടുക്കേണ്ടവൻ അവന് എന്നാണ് എന്റെ അഭിപ്രായം. അത്ര ബുദ്ധിയാ. അപ്പൊ അവിടെയാണ് വിഷയം. ഇതെല്ലാം നടക്കുന്നത് ഈ മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ.